പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾക്ക് നമ്മുടെ തെരച്ചി മീൻ കൊടുക്കണം അത്രേ. ഇതെന്താ അപ്പം കഥ? അതെന്തിനാ തെരച്ചി മീൻ കൊടുക്കുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇതിപ്പോഴുള്ള പരിഷ്കാരമല്ല, വളരെ പണ്ട് മുതലേ ഉള്ള പരിഷ്കാരമാണ്. ഞാനും പ്രസവിച്ച് കിടന്നപ്പോൾ തെരച്ചി മീനും രസം, തീയൽ, ഗ്യാസുള്ള ഭക്ഷണങ്ങളൊന്നും കഴിച്ചുകൂടാ എന്നൊക്കെ പറയും. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ട് മേ ബി ആ പാലിൽ ഗ്യാസിൻ്റെ അംശം വന്നിട്ട് കുഞ്ഞിന് വയറിന് ബുദ്ധിമുട്ടുണ്ടാവുമായിട്ട് പറയുന്നതാവും അല്ലേ. തിരച്ചിയൊക്കെ ഗ്യാസിന് നല്ലതാണോ? എനിക്കറിയില്ല. അതാണോ അതിൻ്റെ ഒരു ഇത് എന്നുള്ളത് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് തെരച്ചി മീൻ. എനിക്ക് തോന്നുന്നത് തെരണ്ടി മീൻ എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുമായിരിക്കും. ഇതാണ് തെരച്ചി. ട്രിവാൻഡ്രത്ത് ഇതിനെ തെരച്ചി എന്നാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന മീനാട്ടോ. അത് പിന്നെ ചീത്തയായാൽ വച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫ്രഷായിട്ട് കിട്ടുന്ന തെരച്ചിയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിശ്വസിച്ച് വാങ്ങാനും പറ്റില്ല തെരച്ചി മീൻ. കണ്ടാലും നന്നായിട്ടിരിക്കും, പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കറി വയ്ക്കുമ്പോഴായിരിക്കും ചീത്തയായിട്ടിരിക്കുന്നത്. ചീമ പ്രസവിച്ച് എഴുന്നേറ്റിട്ട് തെരച്ചി മീനൊന്നും കഴിച്ചില്ല. പക്ഷെ അമ്മ ഈ രസവും തീയലും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, കരിപ്പട്ടി കഷായവും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സാധനം മാത്രം കിട്ടിയില്ല. അപ്പോൾ ചീമ ബിരിയാണിയും അതും ഇതുമൊക്കെ കഴിക്കുന്നത് കണ്ടിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്തു. പലരും പേഴ്സണലി മെസ്സേജ് ഇട്ടു, തെരച്ചിയൊക്കെ വാങ്ങി കൊടുക്കുക കേട്ടോ, ബിരിയാണിയൊക്കെ എല്ലാം ഡോക്ടർ എന്ത് വേണോ കഴിച്ചോളൂ എന്ന് പറഞ്ഞുവെങ്കിലും ആ തെരച്ചി മീനൊക്കെ കഴിച്ചാൽ അതിൻ്റെ ഒരു ഇത് ഇപ്പോഴറിയില്ല, പിന്നീട് ഭാവിയിലുമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അറിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫോറിനേഴ്സൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെ കഴിച്ചിട്ടാണോ? എവിടെ അവരിങ്ങനെ പ്രസവ ശുശ്രൂഷയും ഇങ്ങനെ ഇത്രയും കെയറൊക്കെ കൊടുക്കുമോ? എനിക്കറിയില്ല. ചിലപ്പോൾ അവിടെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പുറത്തുള്ള ഫോറിനേഴ്സൊക്കെ ഇതുപോലെയാണോ? തിരച്ചി മീൻ കഴിക്കുന്നതല്ല, ഈ നമ്മുടെ വേദപിടിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ? എനിക്കറിയാത്തതുകൊണ്ടാട്ടോ ചോദിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ചീമയ്ക്ക് വേദം എല്ലാം തുടങ്ങും. നമ്മുടെ നാട്ടിലൊക്കെ പ്രസവിച്ചാൽ വേദം മസ്റ്റാണല്ലോ. വേദം, കുറുക്കും കരിപ്പൊട്ടിയും എല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോൾ പ്രസവിച്ച പെൺപിള്ളേരെല്ലാം വീർത്ത് ക്ഷീമപ്പന്നിയെ കണക്കാവും. അപ്പോൾ എല്ലാവർക്കും സമാധാനം. ആഹാ, പ്രസവിച്ച പെൺകൊച്ച് എന്ത് പുഷ്ടിയോടെ ഇരിക്കുന്നു എന്ന്. ഈ വണ്ണമെല്ലാം വച്ചിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷമം നമുക്കല്ലേ അറിയോ? ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും വല്ലതും അറിയോ?